അമ്മ കാപ്പി. ഞാൻ ഇച്ചിരി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അമ്മയുടെ കാപ്പി അടുക്കള വെച്ചിട്ടുണ്ടേ. പപ്പായേ. നേരിച്ചെടുത്ത് എന്നാ ഉണ്ട്? ഒന്നുമില്ല, കാപ്പി കുടിക്കുമായിരുന്നു. രാവിലെ എന്നാ ഉണ്ടാക്കിയേ? ഞാനൊന്നും അടുക്കള കേറില്ല. നീതു ഇവിടെ കേറുന്നത്. എന്താ ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. മരുമകളുണ്ടല്ലോ, പിന്നെ ഒന്നും അറിയണ്ടല്ലോ. മേരിച്ചേടത്തിയുടെ ഒരു ഭാഗ്യം. രാവിലത്തേന് എന്നാ അയക്കുന്നേ? പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കടലക്കറി, പിള്ളേർക്ക് പഴമുണ്ട്. പുട്ടോ? അയ്യോ, പുട്ട് തിന്നാ എനിക്ക് നെഞ്ചെരിയൊന്നും അറിയത്തില്ലേ. അയ്യോ, എനിക്ക് പുട്ട് തിന്നാൻ വേണ്ട. അമ്മ, ഞാനിവിടെ രാവിലെ നോക്കിയപ്പോ പുട്ടിന്റെ പൊടി മാത്രമേ ഉള്ളൂ. ബാക്കി അവളുടെ പൊടിയെല്ലാം തീർന്നായിരുന്നു. നീതു അല്ലേ അടുക്കളയിൽ കയറി പെരുമാറുന്നേ? അപ്പൊ നീതുവിന് അറിയത്തില്ല എന്തൊക്കെ ഇല്ലാതെ ഉള്ളത്. എന്നാ നേരത്തെ അവനോട് പറഞ്ഞ് മേടിച്ചു വെക്കാൻ മേലെ. അതെങ്ങനെയാ? എല്ലാം തന്നെ ചെയ്യണം, ആരോടും ഒന്നും ചോദിക്കരുത്. വലിയ മിടുക്കി ആവാനായിട്ട് ശ്രമിക്കുന്നതാ. നീ ഇതുവരെയായിട്ട് അത് വിട്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യ്. അമ്മ അടുക്കള കയറി കഴിഞ്ഞ് നീ കയറി. അത് കഴിഞ്ഞ് നീ അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യും. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അമ്മേ, രാവിലത്തേന് എന്താ ചെയ്യണ്ടേ? ഇപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നത്? അതെങ്ങനെയാ? ഇവിടെ എല്ലാത്തിനും ഞാനുണ്ടല്ലോ. വേലക്കാരിയുടെ സ്ഥാനമല്ലേ എനിക്കുള്ളൂ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഞാൻ എല്ലാത്തിനും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ താമസിച്ച് എഴുന്നേറ്റാ എന്നെ എഴുന്നേറ്റില്ലേല്ലോ എന്നാ. ഇതെന്നതാ ഇവിടെ എല്ലാം ഒന്നും മാറ്റി വെക്കാനോ ഒന്നിനും ഒരു കൊച്ചു പോയാലെങ്കിലും ഇതൊക്കെ ഒന്ന് അടുക്കി മാറ്റി വെച്ചുകൂടെ? എല്ലാം നടുവാതുക്കലുണ്ട്. ഇച്ചിരി നടക്കാനും പറ്റിയല്ല. എന്നാ ഉണ്ടോ അപ്പച്ച വിശേഷം? വിശേഷമൊക്കെ ഇല്ല, സ്റ്റിച്ച് ചെയ്യാൻ വന്നതാ. ചേച്ചി അവിടെ ഇല്ലേ? വന്നിട്ട് കാണാവേ. ചേച്ചി അടുത്ത പ്രാവശ്യം ബ്ലൗസ് തയ്ക്കുമ്പോ ഇതുപോലെ വരണേ. നോക്കാം. കുറെ നേരമായല്ലോ അങ്ങോട്ട് പോയിട്ട്. ഇപ്പോഴാണോ നീതു ഇങ്ങ് വരുന്നേ? തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചേരം അവരുടെ അടുത്ത് സംസാരിച്ചൊക്കെ ഇരിക്കുവായിരുന്നു. ഞാനിവിടെ വന്നിട്ട് 10-30 വർഷമായി. ഞാനിങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും അവിടെ ഇവിടെ ഒന്നും പോയിരുന്ന് നിൽക്കാറൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോവുക, കാണുക, വരിക എന്നുള്ളതേ ഉള്ളൂ. എന്തിനു ഞാൻ ആവശ്യമായിട്ട് ഇങ്ങനെ സംസാരത്തിന് എടുക്കാനൊക്കെ പോകുന്നു? ഈ തരാതരം തുണി എന്തിനാ എപ്പോഴും മേടിക്കുന്നേ? കാശിനെ കുറിച്ചുവാണെങ്കിൽ ഒരു വിചാരവും ഇല്ല. തുണി മേടിക്കുക, തയ്ക്കാൻ കൊടുക്കുക, തുണി മേടിക്കുക, തയ്ക്കാൻ കൊടുക്കുക. ഈ ആളുകളോട് എന്തിനാ ഈ ആവശ്യമില്ലാതെ സംസാരിക്കുന്നേ? എവിടെ പോയി? ഞാനവിടെ പെണ്ണമ്മയുടെ വീട് വരെ ഒന്ന് പോയതാ. മേലാതെ കിടക്കുവല്ലേ. നമ്മളൊക്കെ ഒരേ കുടുംബം പോലെ കഴിഞ്ഞവരല്ലേ. നീതു എന്തിയെ ഇപ്പൊ കാണുന്നില്ലല്ലോ? അത് വീടിനകത്ത് തന്നെ. ഈ വെളിയിലോട്ട് ഇറങ്ങോ മിണ്ടാട്ടോ ഒന്നുമില്ല. നമ്മുടെയൊക്കെ പഴയ കാലം പോലെയാണ്. ഇന്നത്തെ പിള്ളേർ വാതിലടച്ച് അതിനകത്ത് ഇരിക്കത്തേ ഉള്ളൂ. വെളിയിലിറങ്ങി 10 പേരെ കണ്ട് മിണ്ടും അങ്ങനെ ഒന്നുമില്ല. ആരോടെങ്കിലും 10 പേരോട് മിണ്ടിയ വായിൽ മുത്തു ഒഴിക്കും. ഒന്നും പറയണ്ട. വീടിനകത്ത് തന്നെ മിണ്ടാട്ടം കുറവാണ്. അതിനൊന്നും പറയാൻ പോവാ. ഈ ഒറ്റ മുളകില്ല, എല്ലാം കരിഞ്ഞുപോയി. നീതു എവിടെ പോവാ? ജോലി ഉണ്ടമ്മേ? ഇന്ന് പിള്ളേർക്കെല്ലാം അവധിയല്ലേ, ലീവ് എടുക്കാൻ മേലായിരുന്നോ? അവർക്ക് അവധിയാന്നും പറഞ്ഞ് എനിക്ക് എപ്പോഴും അവധി എടുക്കാൻ പറ്റത്തില്ല അമ്മേ. ഈ ജോലിയും കഴിഞ്ഞ് വന്ന് കയറുന്ന എപ്പോഴാ? 6-6:30 ആവുമ്പോഴാ. പിന്നെ ഇവിടുത്തെ കാര്യം ചെയ്യാനും കിടക്കാനുമില്ല. ആ പിള്ളേരുടെ കൂടെ കുറച്ചേരം ഇരുന്നാ തന്നെ. അമ്മ, എനിക്ക് പിള്ളേരുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലോ. എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് അകലെയല്ലേ. 2 ബസ് കയറി മാറി വരുമ്പോ ഞാൻ 6 മണി 7 മണി ആവൂലേ. ഞാനൊന്നും പറയുന്നില്ല. എന്തെന്ന് വെച്ചാ ചെയ്തോ. ജോലി ഉള്ളവര് നിങ്ങൾക്ക് എന്നാ വേണേലും തീരുമാനിക്കാം. പിള്ളേരെയും കൂടി നോക്കണം. വീടും കൂടെയൊക്കെ നോക്കി വേണം എല്ലാം ചെയ്യാൻ. എനിക്ക് ഈ 2 പിള്ളേരെ നോക്കാനുള്ള ആവതൊന്നുമില്ല. എനിക്ക് അവരുടെ പുറകെ നടക്കാനേ പറ്റില്ല. ഞാനുണ്ടെന്ന് ഓർത്ത് ഇവിടെ ആക്കിയിട്ടൊന്നും പോകണ്ട. എനിക്ക് ഒന്നാമത് എന്റെ കാര്യം നോക്കാൻ പോലും നേരമില്ല. ജോലിക്ക് പോയാലും കുറ്റം. എടി, നീ നല്ലത് ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിലും അവസാനം കുറ്റം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നീ എന്തിനാടി മറ്റുള്ളവരെ മൈൻഡ് ചെയ്യുന്നത്? പോകാൻ പറ. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലടി. അതിന് നീ കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ നിന്റെ ഈ ജോലി കളയാനേ ഇരിക്കുന്നേ? നിനക്ക് വട്ടാണോ? എടി, ഞാൻ ഇച്ചാനെയും പിള്ളേരെയും കൊണ്ട് മാറി താമസിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്തു പറയൂടി? ഞാനല്ലേ ഇച്ചാന്റെ അപ്പനെ അമ്മനെ നോക്കണ്ടേ. അപ്പൊ ഇത്രയും നാളും നീ നോക്കിയിട്ട് നിനക്ക് എന്താ കിട്ടിയേ? അങ്ങനെ ചോദിച്ചാ നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. ഇതിങ്ങോട്ട് പിടിച്ചേ. നീ ഒരു കാര്യം ചെയ്.
നിന്റെ ഓഫീസിന്റെ അടുത്തുള്ള ഒരു വാടക വീട്ടിലേക്ക് അങ്ങ് മാറ്. അതിന്റെ അടുത്ത് തന്നെ പിള്ളേരെ സ്കൂളിലേക്കും അങ്ങ് ചേർക്ക്. ഞാൻ നിശ്ചയനോട് സംസാരിക്കടി. സംസാരിക്കോ? നീ എന്നെ ഇരുട്ടത്തിരിക്കുന്നേ? ആ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. വീടങ്ങ് ഉറങ്ങിപ്പോയില്ലേ, ആരുമില്ല, ഒറ്റയ്ക്കായ പോലെ. ഞാൻ അവനെ ഫോൺ ചെയ്ത്, നിങ്ങൾ ഇങ്ങോട്ട് വാ പിള്ളേരെയും കൂട്ടി, ഞാൻ ഇനി ഒന്നും മിണ്ടത്തില്ല, ഞാൻ അവരോടൊന്നും പറയാൻ പോകുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട് പോലെ കാണാൻ പറഞ്ഞു. ആ, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എടി, അവരങ്ങനെ പലതും പറഞ്ഞു വിളിക്കും, നീ പോവരുത്. എടി പഴയ പോലെ ഒന്നുമല്ലടി, നല്ല മാറ്റമുണ്ട്, പിന്നെ പ്രായമായിട്ട് വരുമല്ലേടി. എടി, എന്നാലും നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഞാൻ നന്നായിട്ട് ആലോചിച്ചടി. കൊച്ചിന് സൈക്കിൾ കൊടുത്തേടാ, കൊച്ചിന് സൈക്കിൾ കൊടുത്തേ, പോയി മേടിച്ചോ, പോയി എടുത്തോ, പോയി എടുക്ക സൈക്കിൾ നടന്നു. കൊച്ചു മേടിച്ചോ, കൊച്ചു സൈക്കിൾ മേടിച്ചോ. അടി മേടിക്കല്ലേന്ന്. എന്തൊരു ബഹളമാ, മനുഷ്യനിവിടെ കിടക്കണ്ടേ? കുറച്ചു ദിവസം മനുഷ്യനോട് സമാധാനം ഉണ്ട്, ഇത് എന്നതായി കാണിച്ചിട്ടാണ് ഇവിടെയൊക്കെ? അതെങ്ങനെയാ പിള്ളേരെ നോക്കാനായിട്ട് തള്ളക്ക് നേരമുണ്ടോ? ഫോണും കുത്തി അങ്ങനെ അങ്ങ് ഇരിക്കുവല്ലേ. ഓ, മനുഷ്യന്റെ സമാധാനം കളയാൻ.